സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്ന് നമ്മൾ നമ്മുടെ എന്തായിരുന്നു ഈ ഫോണിൻ്റെ പേര്, ഷവോമി 14 CV നമ്മളൊരു 1 month മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഞാൻ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ഫസ്റ്റ് റൗണ്ട് ഓഫ് ഇതിൻ്റെ റിവ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫോട്ടോ എടുക്കാനായിട്ട് പകൽ സമയത്തും അത്യാവശ്യം ലൈറ്റിംഗ് ഉള്ള സമയത്തും ഒക്കെ കിടിലമാണ് ഫോൺ. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഇതൊരു പെർഫെക്റ്റ് ക്യാമറ ഫോണാണ്. അണ്ടർ 40,000, അറൗണ്ട് 36,999 എന്തോ ആയിരുന്നു MRP. സോ ഫോർ ദാറ്റ് പ്രൈസ് ഐ ഡോണ്ട് തിങ്ക് ഇതൊരു കിടിലം ക്യാമറ ഫോണാണെന്ന്. പക്ഷേ ഇത് ഏത് കാറ്റഗറി വരുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ നോക്കുന്നത് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ പറ്റണം. പിന്നെ നല്ലൊരു പെർഫോമൻസ് വേണം. എസ്പെഷ്യലി നിങ്ങൾ കോൾ റെക്കോർഡിങ് വിത്തൗട്ട് അനൗൺസ്മെൻറ്റ് വേണം. പക്ഷേ നിങ്ങൾക്ക് സാംസങ്ങിൽ താല്പര്യമില്ല എങ്കിൽ ഈ ഒരു ഫോൺ നോക്കാം. ബാറ്ററി ശോകമാണ്. 4700 mAh അങ്ങനെ എന്തോ ആണ് പറയുന്നത്. പക്ഷേ ഒരു വെറുതെ ഇരിക്കുമ്പോൾ ബാറ്ററി ഡ്രെയിൻ ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഹൈപ്പർ വോയിസിൻ്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഇടയ്ക്ക് ഷസാമിൻ്റെ വീഡിയോയിൽ മറ്റേ ഏതായിരുന്നു ഇവരുടെ ഷോമിയുടെ ഏതൊരു ഫോൺ ഇതേപോലെ ബാറ്ററി ഡ്രെയിനിങ് ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഇത് ഹൈപ്പർ വോയിസിൻ്റെ പ്രശ്നമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ട് റെഡി ആവുമായിരിക്കും. പക്ഷേ ഈ 4700 mAh ഞാനിപ്പോൾ രാവിലെ ഇടുന്നിടത്ത് ഫുൾ ചാർജ് ആയിക്കഴിഞ്ഞാൽ വൈകുന്നേരം എനിക്ക് പിന്നെയും ചാർജ് ചെയ്യേണ്ടി വരും. അതായത് നോർമൽ കോൾസും വാട്സപ്പ് മെസ്സേജസും മാത്രം യൂസ് ചെയ്തിട്ടാണ് ഞാൻ. അല്ലാതെ വേറെ അങ്ങനെ ഈ ഡേറ്റ് കുറച്ച് ടൈറ്റായിരുന്നു. അപ്പം അങ്ങനെ വലിയ കാര്യമായിട്ട് വേറെ ഒന്നും യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. ഇൻസ്റ്റഗ്രാമൊന്നും യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കും എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടും എനിക്കൊരു ഒരു 12 hourൊക്കെയാണ് മാക്സിമം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ ഒരു 12 hourൊക്കെ നിങ്ങൾക്ക് മതിയാവും എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു എക്സ്റ്റെൻസീവായിട്ട് ഗെയിമൊന്നും കളിക്കാത്ത ഒരാളാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും. പിന്നെ ഈ ഫോൺ ഓഫറിലൊക്കെ വരുമ്പോൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പർച്ചേസ് ആയിരിക്കും. കാരണം ഒരു അണ്ടർ 30,000 ഒക്കെ കിട്ടുവാണെങ്കിൽ കിടിലുമായിരിക്കും. കാരണം ആ പ്രൈസിനേക്കാളും കൂടുതൽ ഇതുണ്ട്. എന്നാൽ ഈ പറയുന്ന 37 എന്ന് പറയുന്ന ബഡ്ജറ്റിന് ഇതുണ്ടോ എന്നുള്ളതിലാണ് ഒരു കൺഫ്യൂഷൻ അല്ല, ശരിക്കും ഇത് 37,000 ഇത് വರ್ತല്ല. കാരണം ആ റേഞ്ചിലിപ്പം ഐക്യൂൻ്റെ ഫോൺസ് ഉണ്ട്. ഗെയിമിങ് മാത്രം നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഐക്യൂ നോക്കാം. ഐക്യൂ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നിങ്ങൾക്ക് ബോട്ട്വെയറോ ആർട്സ് ഒന്നും ഇല്ലാത്ത ഒരു ക്ലീൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ നോക്കണമെങ്കിൽ ആ പ്രൈസ് റേഞ്ചിൽ ആ പ്രൈസ് റേഞ്ചിൽ മറ്റേ ഇതുണ്ട്, നത്തിങ് ഉണ്ട് 30,000, 32,000. അപ്പോൾ അങ്ങനെ കുറേ ഓപ്ഷൻസ് അവൈലബിൾ ഉണ്ട്. ഇതിപ്പോൾ ഞാനെടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിതിൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എടുത്തതാണ്. പകൽ സമയത്ത് നല്ല വെട്ടമുള്ള സമയത്ത് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ കിടിലാണോ ഒന്നും പറയാനില്ല. പക്ഷേ നൈറ്റ് ആയാലോ അല്ലെങ്കിൽ കുറച്ച് ലൈറ്റ്സിൻ്റെ കുറവുണ്ടെങ്കിലോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അത് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ബാറ്ററി 12 മണിക്കൂർ നിൽക്കുള്ളെങ്കിലും ചാർജിങ് കുറച്ചുകൂടി ഫാസ്റ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. മാനേജബിളാണ്. കാരണം ഒരു അരമണിക്കൂറൊക്കെ കുത്തിയിട്ടാൽ തന്നെ 80% ഒക്കെ ചാർജ് ആവും. 80% അല്ല, എനിക്ക് തോന്നുന്നത് 100 ആവുമെന്ന് തോന്നുന്നു. 65 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് വരുന്നത് പറ്റിയിൽ. അപ്പോൾ 100 ആവേണ്ടതാണ്. വേറെ പിന്നെ അതിലങ്ങനെ എടുത്തു പറയത്തക്ക ഫീച്ചറായിട്ട് ഞാനിപ്പോൾ അത് ഓരോന്നൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വരുന്നേ ഉള്ളൂ. ഒരു മാസമേ ഉള്ളൂ. അതിൽ ഈ ഒരു മാസത്തിൽ തന്നെ ലാസ്റ്റ് കുറേ ദിവസം ഞാൻ നല്ല തിരക്കായി പോയി. അപ്പോൾ എനിക്കങ്ങനെ വലിയ കാര്യമായിട്ട് യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ എടുത്തു പറയേണ്ട ഡ്യൂറബിലിറ്റിയാണ് ഇതിൻ്റെ ഈ കോർണറൊക്കെ കണ്ടോ. ഈ കോർണറൊക്കെ ആക്ച്വലി എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തെറിച്ച് പോയതാണ്. പക്ഷേ 4 സൈഡും കർവ്ഡായിട്ട് കൂടി ആകെ ഇത്രേ പറ്റുള്ളൂ. ഇതിൻ്റെ ടച്ചും ഡിസ്പ്ലേ ഒന്നും ഒരു കുഴപ്പമില്ല. ഇപ്പോഴും കണ്ടില്ലേ, ആകെ ഒരു പാട് അതായത് ഈ പാട് വന്നേക്കുന്നത് മറ്റേ പുറത്തെ ഇവർ ഇൻബിൽട്ടായിട്ട് ഒട്ടിച്ച് വരുന്നൊരു പ്രൊട്ടക്ടറുണ്ട്. ആ പ്രൊട്ടക്ടറിലാണ് ആ ഒരു പാട് വന്നേക്കണേ. അല്ലാതെ വേറെ നമുക്കങ്ങനെ വേറെ ഡാമേജ് ഒന്നും വന്നിട്ടില്ല. അതിൻ്റെ സൈഡിലാണെങ്കിലും വേറെ കുഴപ്പമൊന്നുമില്ല.
ഞാൻ യൂസ് ചെയ്യണത് ഇപ്പം അതിൻ്റെ കൂടത്തിൽ തന്നെ കിട്ടിയൊരു കേസാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പം ആ കേസിൻ്റെ എന്തെങ്കിലും കൊണ്ടാവാം. ഓക്കെ, എന്തായാലും ഞാനത് ഒരു ലോങ് ടൈം റിവ്യൂ കൂടി കുറച്ച് ആൾ കഴിഞ്ഞിട്ട് ഇടാം എന്നുള്ളൊരു പ്ലാനുണ്ട്. ഇപ്പം എൻ്റെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ, ഒരു 1 മന്ത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു ഇമ്പ്രഷൻ ഇതാണ്. ക്യാമറ ഓക്കെ, അതായത് പകലാണെങ്കിൽ ഓക്കെ, സെറ്റാണ്, ഒന്നും നോക്കാനില്ല. പക്ഷേ ലൈറ്റിംഗ് കണ്ടീഷൻസ് പ്രശ്നമാണ്. ഇപ്പം ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണെങ്കിലും അത് വീഡിയോയിലാണ് എനിക്ക് കൂടുതലത് പ്രശ്നമായിട്ട് തോന്നിയത്. അവരാ ഫോണിൻ്റെ ഇതായിട്ട് കൊടുത്തേക്കണേ, ഈ CV-യുടെ എക്സ്പാൻഷനായിട്ട് അവർ കൊടുത്തേക്കുന്ന സിനിമാറ്റിക് വിഷൻ എന്നല്ലേ. അപ്പം ആ നെയിം ജസ്റ്റിഫൈ ചെയ്യാനുള്ള ഒരു ക്യാമറ പെർഫോമൻസ് അതിനില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഈ ഫോൺ മേടിച്ചിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ വന്ന് ടൈപ്പ് ചെയ്തിട്ട് നോക്കാമല്ലോ. ഇനിയിപ്പം ചിലപ്പം എനിക്ക് കിട്ടിയ പീസിൻ്റെ ഡിഫക്റ്റീവ് ആണെങ്കിലും എനിക്കറിയാൻ പാടില്ല. എനിക്കെന്തായാലും ലോ ലൈറ്റ് പെർഫോമൻസും പിന്നെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് കൺട്രോളും ഭയങ്കര ശോകമാണ്. സോ അതായിരുന്നു എൻ്റെ Xiaomi 14 series റിവ്യൂ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ എപ്പോഴെങ്കിലും കാണാം. അതുവരെ ബൈ ബൈ.